വെൽക്കം ടു ഓൾ തിങ്സ് കൺസിഡേർഡ്. എൻ്റെ പേര് ദേവ് നാരായൺ. ഇത് എൻ്റെ റിവർ ഇൻഡി ജനറേഷൻ 3. എങ്ങനെയുണ്ട് സാധനം എന്നൊരുപാട് പേര് ഒരുപാട് വീഡിയോസിൻ്റെ കമൻസിലൊക്കെ ചോദിക്കുന്നതുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും ഒക്കെ പറയണമെന്ന് എനിക്കും തോന്നി. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് എടുത്തേക്കാന്ന് വെച്ചു. നെഗറ്റീവ്സിയും തുടങ്ങാം, അതായിരിക്കും നല്ലത്. ഈ മിറർ ഉണ്ടോ, ഈ വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഈ മിറർ ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേറൊരു വിഷ്വൽ ഞാൻ ആഡ് ചെയ്ത് തരാം. നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു പോർഷൻ ഈ മിററിൻ്റെ പകുതി അങ്ങ് കൊണ്ടുപോകും. ബേസിക്കലി ഈ മിറർ യൂസ്ലെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടി പോയി, എന്നാലും വേണമെങ്കിൽ പറയാം. നമ്മൾ 2 പേരെ വെച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ഹമ്പ് ചാടിയാൽ ഈ സെൻറ്റർ സ്റ്റാൻഡ് 177 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, എന്നാൽ ഈ സെൻറ്റർ സ്റ്റാൻഡ് തട്ടും. കുഞ്ഞു പ്രശ്നങ്ങളാണ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല, എന്നാലും നിറ്റ്പിക്ക് ചെയ്യേണ്ടി വരികയാണ്. കാരണം ബാക്കിയുള്ള വണ്ടി അസാധ്യ ബിൽഡാണ്. അപ്പം നമ്മളിതിനകത്ത് ഇങ്ങനെ നിറ്റ്പിക്ക് ചെയ്യേണ്ടി വരും, കുഞ്ഞു കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെന്താണ്, കുറച്ചുകൂടെ റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും, ഓഫ് കോഴ്സ് ആഗ്രഹിക്കും. ഇതിപ്പം കമ്പനി IDC ക്ലെയിംഡ് റേഞ്ച് ഒരിക്കലും കിട്ടാത്ത ഫിഗർ OKF എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം അത് IDC റേഞ്ച് എന്ന് ഇവർ പറയുന്നത് 160 കിലോമീറ്ററാണ്. ജന്മത്ത് കിട്ടാൻ പോകുന്നില്ല. ഒരു 100-110 കിലോമീറ്റർ കമ്പനി അവകാശപ്പെടുന്നുണ്ട്, 110 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. സാറ്റിസ്ഫൈഡാണ്, അവർ പറഞ്ഞിരിക്കുന്ന വെച്ച് സാറ്റിസ്ഫൈഡാണ്. പക്ഷേ ഈ വണ്ടിയുടെ ഒരു എർഗണോമിക്സ് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്താ ഇങ്ങനെ ഇരുന്നിട്ട് കാലിങ്ങനെ വെച്ചിട്ട് ഇതിവിടെ വെക്കണം. അവിടെ ഈ ഒരു പോസ്റ്റർ ഉണ്ടോ, എന്തൊരു, അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടിക്കും ഇല്ലാത്തൊരു എർഗണോമിക് പൊസിഷനാണ്. ഇൻ എ ഗുഡ് സെൻസ്. നല്ല രസമാണ് ഇതിൽ യാത്ര ചെയ്യാൻ. ഒരു ആലപ്പുഴ എറണാകുളമൊക്കെ വേണമെങ്കിൽ സുഖമായിട്ട്, ഇല്ലെങ്കിൽ ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ വരെ വേണമെങ്കിൽ പോവാം, ചാർജ് ബാക്കിയുണ്ടെങ്കിൽ. അപ്പോൾ നല്ല എർഗണോമിക്സ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ വലിയൊരു ബാറ്ററി പാക്ക് ഇല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ചാർജറിൻ്റെ ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. നെഗറ്റീവുമാണ്, പോസിറ്റീവാണ്. പിന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരാം. അസാധ്യ ബിൽഡ് ക്വാളിറ്റിയാണ്. എല്ലാ പാനൽസും നല്ല ടാങ്ക് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന. ഇവിടെ ക്രാഷ് ബാറുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്. ഇത് ഈ ബോക്സില്ലേ, പാനിയർ ബോക്സിന് വേണ്ടിയിട്ടുള്ള മൗണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും തള്ളി നിൽക്കുന്നതുകൊണ്ട് ക്രാഷ് ഗാർഡുമായിട്ട് ഇൻലൈൻ ആയതുകൊണ്ട് ബാക്കിലൊരു ക്രാഷ് ഗാർഡായിട്ട് അത് ആക്ട് ചെയ്യും. പിന്നെ നല്ല വൈഡ് സീറ്റാണ്. പിന്നെ വേറെ വിഷ്വൽസ് ഞാൻ ഇടാം. നല്ല വൈഡ് സീറ്റാണ്. ബാക്കിലിരിക്കുന്നവർക്കും അസാധ്യ കംഫർട്ടാണ്. യാത്രാ സുഖത്തിനെക്കുറിച്ചോ വണ്ടിയുടെ വേറെ പവറിനെ കുറിച്ചോ അങ്ങനെ ഒന്നും ഒരു ടെൻഷനും വേണ്ട. ഒരു കുഴിയിൽ വീഴുമ്പോൾ, ഇപ്പം സാധാരണ നമ്മളൊരു കുഴി ചാടാൻ പോകുമ്പോൾ, ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും വണ്ടി വാങ്ങിച്ചപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചൊരു ഫാക്ടർ ഇതിൻ്റെ കംഫർട്ടാണ്. നമ്മളൊരു കുഴി ചാടാൻ പോകുമ്പോൾ നമ്മളൊന്ന് മെൻ്റലി പ്രിപ്പയർ ആവും, ഒന്ന് ബ്രേസ് ചെയ്യും. ആ കുഴിയിലേക്ക് നമ്മളിങ്ങനെ വീഴുന്നതിന് മുമ്പ് നമ്മളൊന്നും അറിയാണ്ട് ബ്രേസ് ചെയ്യും. ഇതിൽ ആക്ച്വലി അത് വേണ്ട. നമ്മൾ കുഴിയിൽ വീഴുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ആ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തിങ്ങനെ, ഈ മാജിക് കാർപ്പറ്റ് എന്നൊക്കെ റോൾസ് റോയ്സൊക്കെ ഫാൻസി വേർഡ്സിൽ പറയത്തില്ലേ, കൈൻഡ് ഓഫ് അത്രയില്ല, എന്നാലും ഉണ്ട്. അപ്പം റൈഡ് ക്വാളിറ്റി ടോപ്പ് നോച്ച്. ഇവൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയാണ് ഇവൻ്റെ ഒരു ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഡ്യുവൽ പോഡ് ഡിസൈനാണ്. 2നും ചുറ്റും ഒരു DRL-ഉണ്ട്. ഹൈ ബീം ലോ ബീമിന് സെപ്പറേറ്റാണ്. നമ്പർ പ്ലേറ്റ് ഹോൾഡർ, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ ഇവിടെയാണ് വരുന്നത്. ടയർ സൈസ് വന്നിട്ട് നമുക്ക് 110, 70, 6, 14 ഇഞ്ച് വീൽസാണ് വരുന്നത്, ഫ്രണ്ടിലും ബാക്കിലും. ഈ സൈഡിലാണ് ഇതിൻ്റെ ചാർജ് പോർട്ട് വരുന്നത്. ചാർജ് പോർട്ട് ഓപ്പൺ ചെയ്യുന്നത് ഗ്ലൗ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇതാണ് ചാർജ് പോർട്ട് ഓപ്പൺ ചെയ്യുന്ന മെക്കാനിസം. ഈ ലിവർ അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യണം. പുള്ള് ചെയ്യുമ്പോൾ ചാർജ് പോർട്ട് ഓപ്പൺ ആവും. കണ്ടോ, ഇതാണ് നമ്മുടെ ഗ്ലൗ ബോക്സ് വരുന്നത്. ആക്ച്വലി ഇതിനകത്തൊരു ഗ്ലൗ ഇരിപ്പുണ്ട്. നമുക്കിതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജിലേക്കൊക്കെ വരാം. പിന്നെ അനോയിങ് പോർഷൻ, അതായത് വണ്ടിയുടെ നെഗറ്റീവ്സിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം. അതായത്
എന്ത് ചെയ്താലും ഇതുപോലൊരു ബസറുണ്ട്. തലവേദന എടുക്കും ചില സമയത്ത് നമുക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജിലേക്കൊന്ന് പോകാം. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു സോഫ്റ്റ് ബാഗുണ്ട്. ഇതിനകത്ത് എൻ്റെ ക്യാമറ ഗിയറുണ്ട്, വണ്ടിയുടെ ചാർജർ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതൊരു 750 വാട്ട്സിൻ്റെ റെഗുലർ ചാർജറാണ്. ആ ചാർജർ തന്നിരിക്കുന്ന ഒരു പൗച്ചാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ്. ദേ റിയലി പുട്ട് സം തോട്ട് ഇൻ ടു ഓൾ ഓഫ് ദിസ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കളറൊക്കെ ആര് കാണാൻ. അപ്പം ഇതിങ്ങനെ തന്നെ നമുക്ക് സൈഡ് കരിച്ച് വെക്കാൻ പറ്റും. അപ്പം എൻ്റെ ക്യാമറ ഗിയർ ഉൾപ്പെടെയുള്ള ട്രൈപോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സുഖമായിട്ട് കയറും. എന്നാലും ബാക്കി സ്ഥലം ഉണ്ടാവും. ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് കൈ ഇത്രയും അകത്തേക്ക് പോകും. വേണ്ട, ഇവിടെ ഒരു LED ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ആക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മിററിൻ്റെ സൈസ് ഇല്ല, മിററിൻ്റെ പൊസിഷൻ ബെറ്റർ ആക്കാം. ഒബ്വിയസ്ലി ബെറ്റർ ആക്കാം. ബെറ്റർ ആക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ മൊത്തം പെർഫോമൻസിനെ തന്നെ അത് ബാധിക്കും, നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ ബാറ്ററിയുടെ സൈസ് ഫിസിക്കലി എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാസ്റ്റ് ചാർജർ, പോർട്ടബിൾ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജർ പ്രൊവൈഡ് ചെയ്യാം. അത് ഇതുവരെ പബ്ലിക്കിന് അവൈലബിൾ ആക്കിയിട്ടില്ല. പക്ഷേ ഷോറൂം പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഇപ്പോഴും ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു 10 to 85% 90% കയറാനായിട്ട് ക്ലോസ് ടു 1.5 hours എടുക്കുന്നുള്ളൂ. വിച്ച് ഇസ് ഗുഡ്. റേഞ്ചിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. പക്ഷേ ഇവൻ്റോ അവർ പറയുന്ന ക്ലെയിംഡ് റേഞ്ച് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് 110 കിലോമീറ്റർ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ബാറ്ററി പാക്ക് വരുന്നത് നമ്മുടെ ഈ ഫ്ലോർ പാൻ്റെ അടിയിൽ തന്നെയാണ്. ഇത് ആ കാണുന്നതാണ് ബാറ്ററി പാക്കിൻ്റെ പോർഷൻ എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതിൽ കുറച്ച് കൂളിംഗ് വെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം വണ്ടി ഓടുന്നതിനനുസരിച്ച് ഒരു പാസീവ് കൂളിംഗ് എങ്കിലും അതിന് കിട്ടിക്കോളും. അതുപോലെ തന്നെ മോട്ടർ ഇരിക്കുന്നത് ഇതിൻ്റെ അടിയിലാണ്, അവിടെയായിട്ടാണ്. പിന്നൊരു പ്രത്യേകതയുണ്ട്. എന്താ ചെയിൻ ഡ്രൈവ് എന്ന് വെച്ചാൽ മഴയത്ത് ചെയിൻ പൊട്ടത്തില്ല. ചില പ്രത്യേക വണ്ടികളുടെയൊക്കെ ബെൽറ്റ് പൊട്ടുന്നത് പോലെ ഇത് പൊട്ടത്തില്ല. ടെൻഷൻ ചെയ്യാനും എല്ലാത്തിനും കറക്റ്റ് സാധനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബൈക്ക് പോലെ തന്നെ. ഇതാണ് മോട്ടറിൻ്റെ കേസിങ് വരുന്നത്. നല്ല ഷോക്ക് അബ്സോർബേഴ്സാണ്. 2 സൈഡിലും ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട്. കോംബി ബ്രേക്സ് ആണ്. സെൻട്രൽ സ്റ്റാൻഡിൽ വെക്കാനായിട്ട് ഈ മണ്ണിൽ ഞാൻ അതിക്രമം കാണിക്കുന്നില്ല. ഈ മണ്ണിൽ സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഞാനും വീഴും, വണ്ടിയും വീഴും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച്. പാനൽസ് ആണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഒരുപാട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ, അനിയത്തി എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും ഇതിനെക്കുറിച്ചൊരു കുറ്റമായിട്ട് പറയാൻ അമ്മ മാത്രമാണ് ആ ഒരു പരാതി പറഞ്ഞത്. പരാതി എന്നല്ല, അത് ഈ പുറത്തെ ഫുട്രസ്റ്റിൽ കാലിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരു നാണക്കേടിൻ്റെ ഫാക്ടർ. അതെന്തിനാണെന്നറിയത്തില്ല. അതുമാത്രം ഒരു കുറ്റമായിട്ട് പറയാനുള്ളൂ. ഒരല്പം മാസീവാണ് ഏത് ആംഗിൾ നോക്കിയാലും. ഒരു 137 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു വെയിറ്റ് നമുക്കൊരു റിയൽ ലൈഫ് ഡ്രൈവിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് സോ മച്ച്. ആക്ച്വലി എനിക്ക് വണ്ടി വളരെ നമ്മൾ വളരെ റെയറായിട്ടായിരിക്കും നമ്മളൊരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് കഴിയുമ്പോഴത്തേക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരുപാട് വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാറുണ്ടാവും. ഇത് ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാറുണ്ടാവും. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടൊരു എന്താ പറയുക, ഫീച്ചേഴ്സ് കൊണ്ട് ഓവർലോഡ് ചെയ്തിരിക്കുന്നതിന് ഇപ്പോൾ സിമ്പിൾ വണ്ണോ ഓലയോ ഏത്രോ പോലത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ അതിൽ ടച്ച് സ്ക്രീൻ ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലെല്ലാം കണ്ട് മയങ്ങി വീഴുന്ന ഒരു ഇമ്പ്രഷനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വണ്ടി നമ്മൾ ഒരു ടെസ്റ്റ് ഡ്രൈവിന് ശേഷം അതിൻ്റെ ഡ്രൈവിംഗ് കംഫേർട്ട് കൊണ്ട് മാത്രം നമുക്ക് ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ അതാദ്യമായിട്ട് ഈ സ്കൂട്ടറാണ്. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും റിവർ ഏതാണ്ട് എനിക്ക് പൈസ തരുന്നതാണ്. ഒന്നുമില്ല, ബില്ലടക്കം കാണിച്ചു തരാം. ഇത് മേടിച്ചിട്ട് ആൾക്കാരെ കൊണ്ട് കുഴിയിലിടാൻ വേണ്ടി ആരും പറയത്തില്ലല്ലോ. നല്ല വണ്ടിയാണ് ആക്ച്വലി. ഇവനെ ഞാൻ പർച്ചേസ് ചെയ്ത ബില്ലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബർ 2025 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയർ എൻഡിങ് ബെനിഫിറ്റ്സ് ആയിട്ട് കുറച്ച് ഗുഡീസൊക്കെ അവരെനിക്ക് ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട്.
അതിൽ ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്മോക്ക്ഡ് വൈസർ, പിന്നെ ഈ ഒരു റിവർ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫ്ലോർ മാറ്റ്, പിന്നെ വന്നിട്ട് ഈ ഒരു റിവറിൻ്റെ തന്നെ ബ്രാൻഡിങ്ങോട് കൂടിയ ഒരു പില്ലിയൺ ബാക്ക് റെസ്റ്റ്. ഇത് കൂടാതെ ഞാൻ അഡീഷണൽ ആയിട്ട് വെച്ചതാണ് ഈ ഒരു ഫുഡ് റെസ്റ്റ്, സൈഡ് ഫുഡ് റെസ്റ്റ്. ഇത് നല്ല സ്ട്രോങ് ആണ്. ഇവരുടെ ഈ ടാഗ് ലൈൻ പോലെ തന്നെയാണ് വണ്ടിയുടെ ഒരു ബിൽഡും. നല്ലൊരു ഹസിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വാളിറ്റിയാണുള്ളത്. പിന്നെ ഇതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മൊബൈൽ ഹോൾഡറാണ്. ഇതിപ്പോൾ ആമസോണിലൊക്കെ നോക്കിയാൽ ബോബോ പോലത്തെ കമ്പനികളൊക്കെ ഉണ്ട്, പക്ഷേ ഇറ്റ് വാസ് കോമ്പറ്റീറ്റീവ്ലി പ്രൈസ്ഡ്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ബ്രാൻഡ് നോക്കി പോയില്ല. 2000 രൂപ അടുത്ത റേറ്റ് പറഞ്ഞിരുന്ന. പിന്നെ അവിടെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ടൈപ്പ് സി ഒരു ചാർജിങ് പോർട്ടും ഉണ്ട് ഇവിടെ ആയിട്ട്. പിന്നെ നമുക്ക് ഇവൻ്റെ സ്വിച്ചിൻ്റെ കാര്യത്തിൽ വന്ന എല്ലാം റെഗുലർ സ്വിച്ചുകളാണ്, സാധാരണ സ്വിച്ചുകൾ. ഹൈ ബീം, ലോ ബീം, പാസ്, ഇൻഡിക്കേറ്റർ, ഹോണ്. ഇവിടെയാണ് നമ്മൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. ഇതതിൻ്റെ റീസെറ്റ്. ഇത് നമുക്ക് ഫോർവേഡ് ആൻഡ് ബാക്ക് പാർക്ക് അസിസ്റ്റിനുള്ള ബട്ടണാണ്. ഇതെൻ്റെ കിൽ സ്വിച്ച്. നമുക്ക് മോഡ് മാറ്റുന്ന ബട്ടൺ. ഇതിപ്പോൾ നമ്മളിങ്ങനെ മാറ്റുമ്പോൾ റൈഡ്, ഈക്കോ, റഷ് ഓരോന്നിനനുസരിച്ച് കിലോമീറ്റർ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തരും. എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ആസ് ഓൾവേസ്, ഒരു റിവ്യൂവറിനും ഒരു യൂട്യൂബ് വീഡിയോയ്ക്കും ജസ്റ്റിസ് തരാൻ പറ്റില്ല ഒരു പ്രോഡക്റ്റിനോട്. നമ്മൾ നേരിട്ട് ഇഫ് പോസിബിൾ നമുക്ക് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കുക. യൂട്യൂബർ ആയാൽ പോലും ഇല്ലെങ്കിൽ ഒരു റിവ്യൂ എടുക്കുന്ന ഒരാളായാൽ പോലും അയാൾ ആ വണ്ടിയോട് ചിലവഴിക്കുന്ന ഒരു 10, 20, 1 മണിക്കൂറായിരിക്കും ആ വണ്ടിയോട് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അത് ആ വീഡിയോ കണ്ടിട്ട് വണ്ടി എടുക്കാൻ പോകുന്ന ഇല്ലെങ്കിൽ എടുക്കുന്ന നിങ്ങളാണെങ്കിലോ ആ വണ്ടി എടുത്തിട്ട് അതിൻ്റെ ലൈഫ് ടൈം മുഴുവൻ നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കുള്ളൂ. അതിന്മേൽ നിങ്ങൾ അതിൻ്റെ സ്പേസിൻ്റെ കാര്യങ്ങൾ, അതിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുറം വേദന ഉണ്ടാകുന്നുണ്ടോ, യാത്രാസുഖം എങ്ങനെയുണ്ട്, ആ വണ്ടി തരുന്ന റേഞ്ച് നിങ്ങളുടെ കാര്യത്തിന് ആഡിക്വേറ്റ് ആണോ, ഇതെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം എത്ര ഇൻ്റർവ്യൂ, എത്ര റിവ്യൂ, എന്ത് കണ്ടു എന്ന് പറഞ്ഞാലും നമുക്ക് നേരിട്ട് കണ്ട് പോയി ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ. ആണ് എൻ്റെ റിവറിൻ്റെ ജെൻ 3യുടെ ഒരു റിവ്യൂ. ഇത്ര നാൾ ഉപയോഗിച്ചതിൻ്റെ ഒരു വളരെ ഷോർട്ടാണ് അറിയാം, എന്നാലും ഇത്ര നാൾ ഉപയോഗിച്ചതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണ്. സർവീസ് ആണെങ്കിലും എന്താണെങ്കിലും നല്ല പെരുമാറ്റവും നല്ല നോളജബിൾ ആയിട്ടുള്ള സർവീസ് അഡ്വൈസേഴ്സാണ്. നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്താൽ അപ്പോൾ അവർ ക്ലിയർ ചെയ്ത് തരും. എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു കൺസേൺ, ഞാനിത് വണ്ടി എടുക്കുന്ന സമയത്ത് മാമംഗലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർവീസ്. ഷോറൂമാണെങ്കിൽ വെണ്ണലയിലും എറണാകുളത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ പെനിൻസുലാർ ഹോണ്ട കാർ ഡീലറിൻ്റെ മാതാ സ്കൂളിൻ്റെ കൃത്യം നടുക്കായിട്ട് ഇവൻ്റെ പുതിയ ഷോറൂം വന്നിട്ടുണ്ട്. അത് ഈ മാസം അവസാനം ഇല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് മിഡോടുകൂടി അവർ ആ ഷോറൂം വിത്ത് സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു 3 കിലോമീറ്റർ ഓട്ടേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പിന്നെ ഹാപ്പിയായി. അപ്പം 100-ൽ 100 ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യും. ധൈര്യമായിട്ട് ഒരു ഫാമിലി പർപ്പസിന് പ്രത്യേകിച്ചും കണ്ണും പൂട്ടിയെടുക്കുക. ഒരു ടെൻഷനില്ല, അനാവശ്യമായിട്ടുള്ള ടെക്നോളജികളില്ല, നല്ല സൗകര്യം, നല്ല സ്ഥലം, എന്തുകൊണ്ട് നല്ലൊരു വണ്ടിയാണ്. 5 വർഷത്തെ 50,000 കിലോമീറ്ററിൻ്റെ വാറണ്ടിയും സ്റ്റാൻഡേർഡായിട്ടുണ്ട്. അത് പിന്നെ ഒരു 4,000 രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ 8 വർഷം 80,000 കിലോമീറ്ററായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാനത് അപ്ഗ്രേഡ് ചെയ്യാൻ പോയില്ല. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. കിട്ടിയ അതും കിട്ടിക്കാണുമല്ലോ അല്ലേ? വെരി ഗുഡ്. കട്ട് ചെയ്തെടുക്കാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. എന്താണ് ഈ റിവ്യൂ ബാക്കിയുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാല. ഇമ്പ്രൂവ് ചെയ്യാവുന്ന സ്ഥലങ്ങളും ഉണ്ട്. എടാ എന്നെ പിടിയടാ, ഇവിടെടാ. ഓക്കെ. എൻ്റെ ക്യാമറമാൻ ചില സമയത്ത് ക്യാമറമാന് തോന്നിയ പോലെയൊക്കെ പിടിച്ച് കളയും.
ഭയങ്കര മിടുക്കനാണ്.